സ്കൂളുകളെയും വെറുതെ വിടുന്നില്ല സമരക്കാർ. കാട്ടാക്കട പ്ലാവൂർ ഹൈസ്കൂളിൽ സമരാനുകൂലികളുടെ ആക്രമണമുണ്ടായി. സ്കൂളിലെ സ്റ്റോർ റൂം സമരക്കാർ അടിച്ചു തകർത്തു. കുട്ടികളെ സ്കൂളിൽ കയറാൻ അനുവദിച്ചില്ല. സമരക്കാർ അധ്യാപകരെ തടഞ്ഞുവച്ചു. ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് പേര് അകത്ത് കിടന്നിട്ട് ഭയങ്കര ഭീഷണിയും മറ്റു പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുകയായിരുന്നു. 10:30 മണിയോടുകൂടി ഇവിടെ വന്ന കുട്ടികളെ സ്കൂളിൽ പോലും കയറാൻ സമ്മതിക്കാതെ പറഞ്ഞു വിടുകയും പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഉച്ചഭക്ഷണത്തിന് വേറെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ കണ്ട പിള്ളേർ പറഞ്ഞു പറഞ്ഞത് വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്തൊരു ഗുണ്ടായിസമാണ് ആ സ്കൂളിലടക്കം നമുക്ക് കാണാൻ കഴിയുന്നത്. കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനുള്ള പൊതികൾ വരെ ആ സ്കൂളിൽ തയ്യാറാക്കിയിരുന്നു. അധ്യാപകരെ തടഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ടായി. എന്താണ് സ്കൂളിൽ നടന്നത്? നീലിമ പറഞ്ഞു തന്നെയാണ്, ആ സ്കൂളിൽ നടന്നതിനെ ഗുണ്ടായിസം എന്നല്ലാതെ വേറൊന്നും വിളിക്കാൻ കഴിയില്ല. കാരണം സ്കൂളിലെത്തുന്ന കുട്ടികളെ തടയുന്നു. ആ സ്കൂളിൽ നേരത്തെ എത്തി പണിമുടക്കിനിടയിലും ജോലിക്ക് എത്തിയിരുന്ന അധ്യാപകരെ തടയുന്നു. അത് ഈ അധ്യാപകർ ഇവരുടെയൊക്കെ ആക്രമണങ്ങൾ ഭയന്ന് അവിടെ ഗേറ്റ് അടച്ചിട്ടിരുന്നു. അത് ചോദ്യം ചെയ്തുകൊണ്ട് ഗേറ്റ് ഒക്കെ തള്ളി തുറക്കുന്നു. പിന്നീട് ആ സ്കൂളിനകത്ത് ഇവരുടെ ആക്രമണം ഭയന്ന ഈ കുറച്ച് അധ്യാപകർ, 1-2 അധ്യാപകർ ഈ സ്കൂളിലെ സ്റ്റോർ റൂമിനുള്ളിൽ കഥകടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ആ ഡോർ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അത് ചവിട്ടി തുറന്നാണ് ഈ സമരം ചെയ്യുന്ന ആളുകൾ അകത്തേക്ക് എത്തിയത്. ഇവർക്കെതിരെ അസഭ്യവർഷം അടക്കം, അധ്യാപകർക്കെതിരെ അസഭ്യവർഷം അടക്കം ഈ പ്രവർത്തകർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ചില കൂടുതൽ പുതിയ ദൃശ്യങ്ങൾ കൂടി നമ്മൾ ലഭ്യമായിട്ടുണ്ട്. അതിൽ ഈ അധ്യാപകരോടും അതോടൊപ്പം തന്നെ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ത്രീകളോടും ഈ ഒരു വനിതാ പ്രവർത്തക, ഈ പ്രതിഷേധക്കാർക്കിടയിലും സമരക്കാർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു വനിതാ പ്രവർത്തക വളരെ മോശമായി സംസാരിക്കുന്നത് നമുക്ക് കാണാം. മറ്റൊരിടത്ത് ഈ സ്റ്റോർ റൂമിനുള്ളിൽ ഒരു കുട്ടിയും ഒരു അധ്യാപികയും നിൽക്കുന്നത് കാണാം. അവരുടെ ഈ കുട്ടിയെ നോക്കി, അല്ലെങ്കിൽ അധ്യാപികയും കുട്ടിയെ നോക്കി പുറത്ത് നിൽക്കുന്ന, ഈ സ്റ്റോർ റൂമിന് പുറത്ത് നിൽക്കുന്ന ഈ പ്രവർത്തകർ, അതായത് സമരം ചെയ്യാനെത്തിയവർ, അവർ ആക്രോശിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അതിന്റെയൊക്കെ പുതിയ ദൃശ്യങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. അതിനോടൊപ്പമാണ് ഈ പറയുന്ന രീതിയിൽ ഈ പ്ലാവൂർ സ്കൂളിന്റെ കഥക് ചവിട്ടി തുറന്നത്. അതായത് ഈ പറയുന്ന സ്റ്റോർ റൂമിന്റെ കഥകളടക്കം ചവിട്ടി തുറന്ന് പുറത്തേക്ക് കയറുകയും അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളതിൽ ഈ സ്കൂൾ അങ്ങനെ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നത് ഞങ്ങളുടെ പണിമുടക്ക് പൊളിക്കാനാണെന്നൊക്കെയുള്ള രീതിയിൽ ആക്രോശം ഉണ്ട്. അതിലൊരു വനിതാ പ്രവർത്തകയാണ് ഇങ്ങനെ, ഞങ്ങളും ഇതുപോലെയൊക്കെയുള്ള പണിമുടക്ക് പൊളിച്ചിട്ടുണ്ട്, പക്ഷെ അതിങ്ങനെയല്ല, ഗേറ്റ് അടച്ചിട്ടല്ല പണിമുടക്ക് പൊളിക്കേണ്ടത്, ഞങ്ങൾ അന്തസ്സായി ഗേറ്റൊക്കെ തുറന്നിട്ട് പണിമുടക്കിനോട് സഹകരിക്കാതിരുന്നിട്ടുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. വളരെ മോശമായ ഭാഷയിലാണ് അവരുടെയൊക്കെ ആ പ്രയോഗങ്ങളും പരാമർശങ്ങളും ഒക്കെ വരുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു സ്കൂളാണ്, അവിടെ ഒരു കുട്ടി നിൽപ്പുണ്ട്. ആ കുട്ടി നിൽപ്പ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ബാക്കിയെത്തിയ കുട്ടികളെ മടക്കി അയക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അധ്യാപകരെ തടഞ്ഞു വെക്കുന്നു. അവർക്കെതിരെ അസഭ്യവർഷം നടത്തുന്നു. അങ്ങനെ ഒരു സ്കൂൾ അന്തരീക്ഷത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറേയധികം കാര്യങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അവിടുന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കുട്ടികൾക്കായി തയ്യാറാക്കി വെച്ചിരുന്ന ചില ഭക്ഷണ സാധനങ്ങളോട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും പോലീസ് അടക്കമുള്ളവരോട് എത്തിയാണ് ഈ അധ്യാപകരെ മോചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കാട്ടാക്കട പ്ലാവൂർ ഹൈസ്കൂളിൽ സമരാനുകൂലികളുടെ ആക്രമണമുണ്ടായി. സ്കൂളിലെ സ്റ്റോർ റൂം സമരക്കാർ അടിച്ചു തകർത്തു. കുട്ടികളെ സ്കൂളിൽ കയറാൻ അനുവദിച്ചില്ല. സമരക്കാർ അധ്യാപകരെ തടഞ്ഞുവെച്ചു. ആ ദൃശ്യങ്ങളിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയാണ് സമരക്കാർ ചെയ്തത്. വാർത്തയുടെ വിവരങ്ങളാണ് പ്രജിത് മോഹനൻ പങ്കുവച്ചത്.